ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ കോഴിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ഒരു ചെമ്പ് നിറച്ച് ചോറുമായിട്ട് അടുത്ത വീട്ടിലെ കോഴിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോഴികൾ 2 ദിവസമായിട്ട് പട്ടിണിയാണ് ഗായ്സ്. അപ്പോൾ ആ കോഴിക്ക് ചോറ് കൊടുക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ. കോഴിക്ക് ചോറ് കൊടുക്കാൻ സ്റ്റാർട്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കോഴിക്ക് ചോറ് കൊടുക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്യണം കോഴിക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. കാരണം ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണ് കോഴിക്ക് ചോറ് കൊടുക്കുന്ന ലൊക്കേഷൻ ഉള്ളത്. അവരുടെ ചേച്ചിയുടെ ഭർത്താവ് ചെറിയ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കോഴികളൊക്കെ പട്ടിണിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചോറൊക്കെ കൊടുത്തിട്ട് ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്ക് ചോറ് കൊടുക്കുന്ന വീട്ടിലേക്ക് ഇപ്പോൾ എത്തും. ഗൈസ്, ഇതാ നമ്മൾ കോഴിക്ക് ചോറ് കൊടുക്കുന്ന വീട്ടിലേക്ക് എത്തി. കോഴികളെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കോഴിക്കൂടൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കൂടിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. കോഴീനെ തുറന്നിട്ടതാണെന്ന് തോന്നുന്നു. കോഴീനെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. വേണ്ട, ഇതിലിട്ടോ എടുത്താൽ മതി. എവിടെ കോഴിയുണ്ടോ? ആ കോഴി തുറന്നിട്ട് ഓല് ഇതിലിട്ട് കൊടുത്താൽ ഓല് വന്ന. അപ്പോൾ ഇതാ കോഴിക്കൂട് തപ്പി കണ്ടുപിടിച്ചു. കോഴീനെ കാണുന്നില്ല. ഇങ്ങനെ കോഴീനെ കാണുന്നില്ല. നോക്കട്ടെ. ഒരു കോഴി വരുന്നുണ്ട്. കോഴിയുള്ളത് ആട്ടുംകൂടിൻ്റെ അടിയിലാണ്. കോയെ കോയെ പോലെ പോയേ തിന്നോളൂ. അതിലിട്ട് കൊടുത്താൽ മതി. ഇതിലിട്ട് കൊടുത്താൽ ഓല് വന്നങ്ങ് തിന്നോളൂ. എവിടെ? ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ വന്ന് തിന്നോളൂ. ഓക്കെ, എന്നാ കോഴിനെ വിളിച്ച് കയറ്റ്. ഓല് കയറ്റൊന്നും വേണ്ട. എവിടെ പോന്നേ? വെള്ളം എടുക്കട്ടെ. ഓക്കെ, ഇതിൽ വെള്ളം എടുത്ത് ഒരു കോഴിയുള്ളൂ. ഇവിടെ മൊത്തം 10 കോഴികളുണ്ട്. കോഴി വെള്ളം കുടിച്ച് വളഞ്ഞു പോയൊരു ചെമ്പാണിത്. ഞങ്ങളെ വീടിൻ്റെ കുറച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഈ വീട് എൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ്. ഓൾക്ക് ആടും കോഴിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആടിനെ കുറേ ആടിനെ കൊടുത്ത് ബാക്കി അല്ല മോളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞങ്ങളപ്പുറത്തൊക്കെ ഫുള്ള് റബ്ബർ തോട്ടമാണ്. അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കെട്ടിയോളാണ്. അതിൻ്റെ ബേക്കിലുള്ളത് കോഴിയാണ്. കോഴിക്ക് കൊടുത്തോ? ചോറ് കൊടുത്തോ? കോഴിക്ക് ചോറ് ഓല് വന്നിട്ട് അങ്ങ് തിന്നോളൂ. ഓക്കെ, ഓല് തിന്നു എന്നാണ് പറയുന്നത്. ആകെ ഒരു കോഴിയുള്ളോ? ഒരു കോഴിയല്ല, 3 പെടയും ഒരു പൂവനും. ഈ കോഴീനെ വിൽക്കാൻ വെച്ചതാണ്. ആവശ്യമുള്ളവർ കമൻ്റ് ഇട്ടാൽ മതി. നമ്മളെ അതിലേക്ക് കൊറിയർ ചെയ്ത് തരും കോഴീന. ഇതാണ് ഞങ്ങളെ നാട്. എവിടെയാണ്? കണ്ണാടിപ്പാറ. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട്, കേളോത്തുവയൽ, കണ്ണാടിപ്പാറ. ഇത് മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ തൊട്ടടുത്താണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു കവലയാണ്. ആ കവലേൻ്റെ മുന്നിൽ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ഇടുന്നൊരു പെട്ടി വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതാണ് ജ്യേഷ്ഠത്തിൻ്റെ വീട്. ഇത് അവരെ കടയാണ്, അളിയൻ്റെ കടയാണ്. ഇപ്പോൾ കടയിൽ ആരുമില്ല, കടയൊക്കെ അടച്ചിട്ടതാണ്. ക്ലോസ് ദ ഷോപ്പ്. പിന്നെ ഇത് എനിക്കൊരു കട ഉണ്ടായിരുന്നു. കട എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മാക്സീൻ്റെ കടയൊക്കെ തുടങ്ങിനോ ഫസ്റ്റ് തന്നെ. അതാണ് ആ കട കേട്ടോ. അപ്പം അടച്ചുപോയി. പണ്ട് ഇവിടെ ബിസിനസ് ചെയ്ത് എൻ്റെ കുറേ പൈസ കളഞ്ഞൊരു റൂമാണിത്. എനിക്ക് ഭയങ്കര ഓർമ്മയാണത്. ഇപ്പുറത്ത് ബീഫ് കട ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ തുണിക്കട തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരാൾ വന്നിട്ട് ബീഫ് കട തുടങ്ങി. തുണിയിലൊക്കെ ബീഫിൻ്റെ മണം വന്നിട്ട് കട പൂട്ടിപ്പോയി. അതാ നമ്മളെ വീട് കാണിച്ചു കൊടുക്കും. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് എന്നുള്ള. അത് ഞാൻ വണ്ടി എടുത്ത് വരാം. ഈ ഒരു കടയും ഈ ഒരു ചുറ്റുപാട്ടവും ഭയങ്കര ഫീലിംഗ് ആണ് ഇവിടെയുള്ള നാട്ടുകാർക്ക്. ഇതിപ്പോൾ അടച്ചിട്ടു ഭയങ്കര ഒരു ആണ്. ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. മൃഗയാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഈ ഭാഗത്താണ് നടന്നത്. കള്ളത്തരം പറയാണേ. തിരിച്ചു പോവാണ് പോലെ. നിങ്ങൾ വിചാരിക്കും ഈ ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത് എന്താണ്? അല്ല, ഡ്രൈവ് ചെയ്തിട്ട് ക്യാമറ പിടിക്കുന്നത് എന്താണ്? അത് അങ്ങനെ മെല്ലെ പോകുന്നതാണല്ലോ. അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ പോകുന്ന വഴി പോയി തന്നെ നമ്മളെ പള്ളി എത്തി. അല്ല, ഇതാണ് നമ്മളെ വീട് നിങ്ങളെ നമ്മളെ തൊട്ട് മുന്നിൽ. അപ്പം നമ്മളത് ആ വീട് പണി നടക്കുന്ന സ്ഥലത്തെത്തി. കുറേ കാലമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലേ? വീട് പണി എന്തായിന്ന് ഒരുപാട് ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ തേപ്പ് ഉള്ളിലൊക്കെ ഫസ്റ്റ് കഴിഞ്ഞിട്ടോ. മുമ്പിൽ ഇനിയിപ്പം ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു വശവും പിന്നെ ആ സൈഡും 2 സൈഡിൽ കുറച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ തേപ്പിൻ്റെ പണി ഫിനിഷിങ് ആവും. ഇവിടെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡ് കണ്ടില്ലേ? ഈ സൈഡൊക്കെ ബാക്കിയുള്ളൂ. ഇതൊക്കെയാണ് ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളിലെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്, എന്നിട്ട് പുറത്തേക്ക് വരാം. കണ്ടോ, നമ്മളെ ഉള്ളിലത്തെ തേപ്പ് കഴിഞ്ഞു. തേപ്പ് എന്ന് പറയുന്നത് ഇത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്.
നമുക്ക് നനയ്ക്കുകയോ ഇതൊന്നും വേണ്ട. അതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ട്. നനയ്ക്കണ്ട, പൊട്ടിയിടണ്ട, നല്ല ഫിനിഷിങ് ആയിരിക്കും. വൈറ്റ് സിമെന്റ് പോലെ ഇരിക്കും ഇതിന്റെ ഒരു തേപ്പൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. വൈറ്റ് സിമെന്റ് അല്ല, ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഫിനിഷിംഗ് ആണ്. പുട്ടിയിട്ടതിനെക്കാട്ടും ഫിനിഷിംഗ് ആകും. പക്ഷെ ഇതിന് ഒരൊറ്റ ഇതേ ഉള്ളൂ, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നനവ് ഉണ്ടാകാൻ പാടില്ല. നനയ്ക്കുന്നതിന് കുഴപ്പമില്ല, ഓവർ നനവ് ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ഉള്ളൂ. അല്ലാതെ വേറൊന്നും. പിന്നെ ഇത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഇതുവരെ അതിൻ്റെ ഫലം നമുക്കറിയില്ല. ഇനിയിപ്പോൾ അത് മുന്നോട്ട് അറിയാം എന്ത് പൊളിഞ്ഞ് വീണ് പോകുമോ എന്നുള്ളത്. അപ്പോൾ റൂം ഉള്ളിൽ ഫുള്ള് ഇതാ ചെയ്തത്. ബാത്റൂം ഇത് ചെയ്തില്ല കേട്ടോ. ബാത്റൂം ചെയ്യാൻ പറ്റില്ല, ബാത്റൂം വെച്ചിട്ടതാണ്. അതുകൂടെ തേക്കാനുണ്ട്, അത് വിട്ടുപോയി പറയേ. അല്ലാണ്ട് മൊത്തം ഇത് പിന്നെ നല്ല കൂളിംഗ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ചൂട് കാലത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു AC അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഈ തണുപ്പുണ്ടല്ലോ, ഈ ചുമരിങ്ങനെ പിടിച്ച് അവിടെ നിർത്തും. എന്നിട്ട് കുറേ നേരം നമുക്ക് നല്ല ഈ കൂളിംഗ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഇതൊക്കെ ആണെങ്കിൽ ചുമരിന് അവിടെ AC അവിടെ തണുപ്പ് പിടിച്ചവിടെ നിർത്തും. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു സുഖം. നമ്മളെ ഇങ്ങനെ അടിയിലേക്കുള്ളതിന് ഉള്ളിലേക്കിന് ഈ സ്റ്റെയറിൻ്റെ ഒരു ഇത് മാത്രമേ തേക്കാനുള്ളൂ. അത് ടൈലിട്ടിട്ട് അതിൻ്റെ അടിയിൽ തേച്ച് പോകുന്നത്. പിന്നെ അടുക്കള ഞങ്ങൾ തേച്ചത് നമ്മളെ സാധാ സിമെന്റും മണലുമാണ്. അല്ലാണ്ട് ബാക്കിയൊക്കെ തേച്ചത് ഏതാ? അടുക്കള എന്താണെന്നറിയോ? ഇത് അടുക്കളയാണ്. അടുക്കളയിൽ നിന്ന് പറഞ്ഞാൽ ടൈല് വരുന്നുണ്ട്. ഈ ടൈല് വരുന്ന ഭാഗം നമുക്ക് എവിടെയാണെന്നുള്ള കറക്റ്റായിട്ട് ഈ ടൈലിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ ആക്കി. അതല്ല, വേറെ നമ്മൾ പുറത്തൊക്കെ തേപ്പ് പകുതിയോളം ചെയ്തത്, അതിൻ്റെ പേരെന്താ ആ സിമെന്റ്? നമ്മൾ വീടിൻ്റെ പുറം ഭാഗമൊക്കെ ചെയ്തത് റെഡി മിക്സിൻ്റെ ഒരു സിമെൻറ്റും മണലും മിക്സായിട്ട് വരുന്ന വാട്ടർ പ്രൂഫ് അടക്കമുള്ള ഒരു സാധനം വരുന്നുണ്ട്. അതിൻ്റെ പേരെന്തേനോ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു മിക്സ് വരുന്നുണ്ട്. ആ സാധനം ഇട്ടാണ് നമ്മൾ ചെയ്തത്. അത് ജസ്റ്റ് വെള്ളം ഇടുക, കുഴയ്ക്കുക, അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ആ ഒരു സാധനമാണ്. അതിൻ്റെ പാക്കറ്റ് വേണേ ഞാൻ. അത് എന്താ പ്രശ്നം എന്നറിയോ? അത് ഭയങ്കര നീങ്ങാൻ ഭയങ്കര പണിയാണ്. പണി നീങ്ങൂല, അതാണ് അതിൻ്റെ. ഇതാണ് ആ സാധനം. ഈ ഒരു സാധനമാണ് ഈ ഒരു ചാക്ക്. ഈ 40 കിലോൻ്റെ ഒരു ബാഗാണ് വരുന്നത്. ഈ ബാഗ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അത് ചെയ്ത ഭാഗം ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഉള്ളിലത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളെ വലിയ വിൻഡോ ഉള്ള പണ്ടേ കാണിച്ചു തന്നിക്ക്. നല്ല വെളിച്ചമാണ്. ഒരു ലൈറ്റ് ഒന്നും ഇടാതെ തന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല വെളിച്ചത്തിലാണുള്ളത്. ഒരു പ്രശ്നമില്ല. നമുക്കൊരു ക്യാമറയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നല്ല വെളിച്ചം നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. കാരണം ഫുള്ള് വിൻഡോയാണ്. ഇവിടെ ഒരു വിൻഡോ, 2, 3, പിന്നെ അവിടെ വിൻഡോ, ഇവിടെ മേലെ ഓപ്പണിങ്, ഇവിടെ UPVCൻ്റെ വിൻഡോ, ഇവിടെ അടുക്കളേൻ്റെ വിൻഡോ, അവിടെ നമുക്ക് നല്ല രസത്തിൽ ഇരുന്നിട്ട് എഴുതാനും ഇതിനൊക്കെ പറ്റിയൊരു വിൻഡോ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേലേക്കൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. മേലെയും കംപ്ലീറ്റ് നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഫുള്ള് മേലത്തെ പണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇതിലുണ്ടോ, ഇവിടെ നമ്മളൊരു ബേ വിൻഡോ സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ബേ വിൻഡോകൾ കാര്യങ്ങളൊന്നും എവിടെ ഇല്ല. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസിൻ്റെ ബേക്കിൽ നമ്മളെ പഴയ വീട് കണ്ടോ. ഈ ഓപ്പൺ ടെറസിൻ്റെ തൊട്ട് ബേക്കിലാണ് നമ്മളെ നിലവിലുള്ള വീട്. ഈ വീട് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവിടെ എന്താ പാർക്ക് എന്തേ ഉണ്ടോയെന്ന്. അത് പാർക്കൊന്നുമല്ല, ഞങ്ങളെ വീട് തന്നെയാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ മേലെ ടാങ്ക് വെച്ചു. ടാങ്ക് സ്റ്റാൻഡേർഡ് ടാങ്കാണ് വെച്ചത്. അതിന് വെക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അത് മേലെ കയറി കാണിക്കണം. അവിടെ കോണി എടുത്തിട്ട് ടാങ്ക് കാണിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്താ വെച്ചാൽ ആ ടാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് എന്തുണ്ട്, ന്യൂനതകളല്ല, എന്താ ഒരുപാട്. ഈ ടാങ്കിന് ഒരുപാട് ന്യൂനതകളുണ്ട്. ന്യൂനതകളല്ല, ഇത് വെച്ചിട്ടാണ് ഞാൻ മിക്ക കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അതിടരുതേ, കട്ട് ചെയ്യണേ. ന്യൂനത എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിടരുതേ. ഇല്ല, അതിടൂല. കൊല്ലും ഞാൻ ഇട്ടാല്. എന്നെ കൊല്ലോ? ആയിക്കോട്ടെ, കിതപ്പ് മാറി എന്നിട്ട് പോയാൽ മതി. ന്യൂനത എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളല്ല അതിനുള്ളത്, ഉപകാരം. അതൊക്കെ ശരിയാ. ഉപകാരത്തിന് വേറെ ഒരു വാക്ക് പറ. ഉപകാരത്തിന് അതിന്റെ പോസിറ്റീവ് നമുക്ക് ടാഗ് കാണിച്ചു കൊടുക്കാം.
ബാ അപ്പോൾ ഇത് ടാങ്ക് കാണാൻ വാർപ്പിൻ്റെ മേലെ കയറിയാണ്. അല്ല ഞാൻ ഇതുവരെ ഇതിന്റെ മുകളിൽ കേറിയില്ല. എനിക്ക് എന്താ ഇല്ല ഞാൻ കേറി അതേപോലെ ഇത് ഇളകുന്നുണ്ട്. എനിക്ക് ഭയങ്കര എന്താ അറിയില്ല. എന്തും സംഭവിക്കാം, ഏതും സംഭവിക്കാം. അങ്ങനെ പറയാറ്. ലൈവ് റെക്കോർഡിംഗ് ആണ്. എനിക്ക് അന്നേരം തീരെ ധൈര്യം കിട്ടൂല. അതൊരു സൗകര്യമില്ല. അവസാനം ഓൾ അതിൻ്റെ മേലെ എത്തി. കയറി നോക്ക്. അല്ല ഇതാണ് നമ്മൾ പറഞ്ഞ ടാങ്ക്. ഇത് 1000 ലിറ്ററിൻ്റെയാണ്. പക്ഷേ 250 ലിറ്റർ എക്സ്ട്രാ അടിയിലേക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീനിങ് ആണ്. ഇതിലേക്ക് വെള്ളം വീഴുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ നിന്ന് കറങ്ങി അടിയിലേക്ക് വീഴുക. അടിയിൽ നമുക്ക് ക്ലീനിങ് ഒക്കെ അടിയിൽ അങ്ങ് തുറന്നു കൊടുത്താൽ അടിയിൽ നിന്ന് അങ്ങ് ക്ലീൻ ആയി പോയിക്കോളും. ഈ ടാങ്കിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ഒരു പൈപ്പുണ്ട്. അടിയിൽ കൂടിയാണ്, മേലെ കൂടിയും വെള്ളം വീഴും. അടിയിലാണ് ഇതിൻ്റെ വെള്ളം ടാങ്കിൽ നിന്ന് വന്നിട്ട് കിണറ്റിൽ നിന്ന് വന്നിട്ട് നേരിട്ട് അടിയിലേക്ക് വീഴുന്നത്. അടിയിലൊരു വേസ്റ്റൊക്കെ അടിയിലേക്ക് ഊറിപ്പോവും. കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് വാ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചളിയൊക്കെ നമ്മൾ കഴുകി പോക്കണ്ടേ. അങ്ങോട്ട് ഇറങ്ങി താഴെ കാണിച്ചു കൊടുക്കും. ഇച്ചിരി പൊക്കത്തിലാണല്ലോ വേണ്ടിയേ. ഈ ടാങ്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അതെന്നല്ല പറഞ്ഞു ഓട്ടോമാറ്റിക് ക്ലീൻ. ഇവിടെ അങ്ങ് ഇത് ആക്കി കൊടുക്കല, തിരിച്ചു കൊടുത്തായില്ലേ. തുറന്നു കൊടുത്താൽ വെള്ളം വേസ്റ്റ് അങ്ങ് അടിയിലേക്ക് എവിടെ പൊതിക്ക് മുകളിലോട്ടാ. ഇതിൽ ചെളിയില്ലല്ലേ? ചെളിയുണ്ട്. തുറക്ക്. ഉണ്ടോ? അതിൽ ചെളിയില്ലാത്ത കൊണ്ടാ പോവാത്ത. ഇത് ചെളിയാനായില്ല. ഇല്ല, ഇതിൽ വെള്ളമില്ല. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഫുൾ ഉണ്ട്. വെള്ളം അങ്ങനെ ഒഴിവാക്കിയില്ല. ഒരു വാൽവുണ്ട് അതിൽ. വേസ്റ്റ് മാത്രമേ പോകുള്ളൂ. കുറച്ച് വെള്ളം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അറിയുന്നവരൊന്ന് പറഞ്ഞു തരും കേട്ടോ. ഇത് വെച്ചവർ. ഇത് നമ്മൾ 1000 ലിറ്ററിൻ്റെ ടാങ്കിന് 4 ലെയറാണ്. ഇതിന് ഏകദേശം 17,500 രൂപയാണ് ഈ സ്റ്റാൻഡ് അടക്കം വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വാർപ്പിൻ്റെ മേലെ വീണ് കഴിഞ്ഞാലും ഈ വാർപ്പ് നല്ല വെയിലത്തും ഈ വെള്ളത്തിന് നല്ല തണുപ്പ്, നല്ല തണുപ്പൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ കുറേ ലെയർ ഉണ്ട്. 4 ലെയർ, കുറേ ലെയർ അല്ല, 4 ലെയർ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ടാങ്ക്. പിന്നെ മെയിൻ എന്ന് വെച്ചാൽ വാർപ്പ് ഒരിക്കലും നമുക്ക് നനഞ്ഞിട്ട് ഈ ഈർപ്പം നിന്നിട്ട് വാർപ്പ് ഈ ഇതാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പൈപ്പ് വേണ്ട എല്ലാം കൂടി വളഞ്ഞു നിൽക്കുന്നത്. കാരണം ഇതെന്താണെന്നറിയാം, ഇത് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണസേന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നമ്മളെ ലാൻഡ്സ്കേപ്പിനുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ സെറ്റാക്കി എടുക്കണം. എനിക്ക് ഇനി ഇറങ്ങുന്ന കാര്യം ഓർത്തിട്ട് പേടിയായിട്ട് നോക്കില്ല. പേടിയാവണ്ട, ടെൻഷൻ വേണ്ട, ഭയപ്പെടാതിരിക്കൂ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇറങ്ങാനൊരു സൗകര്യമില്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. ഇത് ഞാൻ വെച്ചതാ. ഇനി വെച്ചോ. ഇതിന് ഇളകൂലാലോ. ഇതെങ്ങനെയാന്ന് നീ കാലെടുത്ത് വെക്ക. ചെരുപ്പ് ഊരിത്താ. നമുക്ക് ഞങ്ങൾ സ്റ്റാർ ഹെൽത്തിന്റെ അതൊന്നും എനിക്ക് വേണ്ട. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾ വായോണ്ട് ഇത് ഇങ്ങനെ പറയല്ല. എനിക്ക് പേടിയാവുക. ഈ ചെരുപ്പ് താഴെ ചെരുപ്പ് താഴെ ഓ, ചെരുപ്പ് ഊരിട്ടെ. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യല്ലേ. നമുക്ക് ഇങ്ങനെ കാണാൻ. എന്ത് കാണാന്ന് ഇല്ല. വെയിറ്റ്, ഞാൻ ചെരുപ്പ് ഊരട്ടെ. ചെരുപ്പ് ഊരിയാലാന്നോ ഇറങ്ങാനാകാ? ചെരുപ്പ് ഇട്ടിട്ടാന്നോ? എങ്ങനെ വേണേലും ഇറങ്ങാം. ഊരട്ടെ. ചെരുപ്പ് ഊരുമ്പോ എന്തോ ഒരു പേടി. ഓക്കെ, വെയിറ്റ്. എനിക്ക് എന്താ ഇങ്ങനെ പേടി? എനിക്ക് കാർ ഓടിക്കാനും പേടിയാണ്. എനിക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. എന്താന്ന് എനിക്ക് ഓടിക്കാൻ അറിയാം. പഠിച്ചോനെ ഉണ്ടല്ലേ. ഈ പേടി മാറി കിട്ടാൻ മരുന്നുണ്ടോ? എല്ലാവരും ആദ്യമെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണേ. കമന്റ് ബോക്സിലൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് പേടി മാറി കിട്ടാൻ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഇവർക്ക് ആകെ പേടിയില്ലാത്ത എന്നെ മാത്രമേ ഉള്ളൂ. ദുനിയാവിൽ ബാക്കി എല്ലാം ഇവർക്ക് പേടിയാ. ഇവിടെ ഇല്ല കള്ളി. ഇതെന്താ കാലെത്തുന്നില്ല. നിങ്ങൾ എന്റെ ഇതിങ്ങനെ എടുക്കുക. കാലെത്തുന്നില്ല. അല്ലോ, ഒന്ന് ഉറക്കൊക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. പോവാന്നുള്ള പേടിയാ എനിക്ക്. എൻ്റെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറാൻ നിൽക്കലില്ല. പക്ഷെ മുമ്പ് ഇതിലും പേടിയായിരുന്നു. ഇപ്പം എനിക്ക് ലേശം പേടി മാറി. നീ വീഴുവാ? ഞാൻ ഇനി വീഴല. വീണക്കണ്ട നല്ല വ്യൂസ് കിട്ടിയേനു. ഓ, നിങ്ങൾക്ക് വ്യൂസ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരുന്നില്ല. പറയുന്ന കേട്ടില്ലേ,
എന്തൊരു സാധന. എൻ്റെ അമ്മോ, ഇനി എനിക്ക് ധൈര്യമായി, ഇനി എനിക്ക് പേടിയില്ല. താഴെത്തിയല്ല ഇനി ഞാൻ കയറും. എന്താ എനിക്ക് പേടി ഒന്നുകൂടി കയറി ധൈര്യം ഉണ്ടെങ്കിൽ. ഇനി എനിക്ക് നേരെയല്ല, എനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട്. എനിക്ക് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ചാല് പണിക്കാരുണ്ടായതിനെ കൊണ്ട് പണി ഒരുപാട് ബാക്കിയുണ്ട്. അവസാനം താഴെ എത്തിയില്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പ്ലാസ്റ്ററിങ്, അവര് റെഡിമിക്സ് പ്ലാസ്റ്ററിങ് ആണ്. ഇത് നനച്ചു കൊടുക്കണം. പക്ഷെ ഇത് ഭയങ്കര ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാല് ചുമരുമേൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര. ഈ ചെറിയ ക്രാക്ക് കണ്ടോ, ഇതാണ് ഇതിൻ്റെ. ഇത് നനവ് എന്ന് പറയുന്നത് ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യം നനച്ചു കൊടുക്കണം. ഇത് നനച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ക്രാക്ക് വീഴുന്നൊരു വിള്ളൽ വരുന്നൊരു പ്രശ്നമുണ്ട്. അത് വിള്ളൽ എന്ന് പറഞ്ഞാൽ വലിയ വിള്ളലല്ല. അതിന് ഇവർ ഓമന പേരിട്ട് വിളിക്കുന്നത് ഹെയർലൈൻ ക്രാക്ക് എന്നാണ് വിളിക്കുന്നത്. അത് പൊട്ടിയിട്ടിട്ട് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. പറയണ്ട. പക്ഷെ സിമെന്റിനെക്കാട്ടും കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ട് ഇതിന്. പിന്നാന്ന് വെച്ചാൽ ഇത് തേപ്പിന് പണി വരുന്നുണ്ട്. ഒഞ്ഞ് കളിച്ചിട്ട് അവൾക്ക് പണിക്കാർക്ക് ഇതിന് പ്രത്യേകമായിട്ട് പണിക്കാർ വേണം. ഇത് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേത് നാടൻ പണിക്കാർക്ക് പറ്റൂല. മറ്റേത് 4 ചുമര് തേക്കുമ്പോൾ ഇത് 1 ചുമര് തേക്കാനേ പറ്റുള്ളൂ. നാടൻ പണിക്കാർക്ക് എന്നുള്ളതല്ല, പണി നീങ്ങൂല. ഒരു അത്രയും ഇതാണ്. ഓല ഇട്ടേച്ച് പോയതാന്ന് വെച്ചാൽ അവൾക്ക് നീങ്ങുന്നില്ല, പണി നീങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറെ ആളെ പണിക്കാരെ കൊണ്ടുവന്നിട്ട് ഇപ്പം തേപ്പൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞ്. ഈ തേപ്പ് തുടങ്ങിയിട്ട് ഇതുവരെയും തേപ്പ് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇനിയും ബാക്കിയാണ് ഗൈസ്. ഇനി ഏത് കാലമാണ് ഇതൊന്ന് താമസിക്കുക എന്നുള്ള ഒരൊറ്റ വിഷമത്തിലാണ് ഞാൻ. ഇനി എന്തൊക്കെ പണിയുണ്ട്. ടൈൽസ് എടുക്കാനുള്ള പോകാനുള്ള പരിപാടിയാ. അടുത്ത ആഴ്ച ഞങ്ങൾ ടൈൽസ് എടുക്കാൻ പോകണം. അപ്പം നല്ല ടൈൽസ് എവിടെയുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും പറയണം. ഞാൻ ഈ ടൈലാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, വൈറ്റ് ആണ് വീട് കേട്ടോ. നമ്മളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നല്ല വെളിച്ചം കണ്ട നമ്മളെ വീടില്. ഇപ്പൊ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം. ഈ വീഡിയോ കളർ ലൈറ്റ് ഉണ്ട് അല്ലേ. ഒന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ഈ ഒരു സാധനം. ഞാൻ പറഞ്ഞ എല്ലായിടും ഇത് മതി. ഈ വൈറ്റ് ഈ സാധനം എന്താണോ നല്ല മിനുസാണ്, നല്ല തണുപ്പാണ്. തേക്കുമ്പം തന്നെ വൈറ്റ് കളറായിട്ട്, ഈ സിമെന്റിന്റെ കളറല്ല, വൈറ്റ് സിമെന്റ് അടിച്ചില്ലേലും കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, നനയ്ക്കാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പേടി എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ അങ്ങനെ ആരും തേച്ചതായിട്ടുള്ള അറിവില്ല. അപ്പൊ ഇത് പൊളിഞ്ഞു വീണ് തേച്ചിക്ക്. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പൊളിഞ്ഞു വീണു പോയാലോ എന്നുള്ള പേടി. അങ്ങനെ പോകുന്നില്ല. പക്ഷെ ഇതാണ്, ഇത് ഗൾഫിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഒരുപാട് എന്തായാലും നമ്മൾ പരീക്ഷിച്ച് നോക്കുക അല്ലേ. എല്ലാം പരീക്ഷിച്ച് നോക്കാന്നല്ല, എനിക്ക് മൊത്തം ഇത് തന്നെയാണ് ഇഷ്ടം. മറ്റേ സിമെന്റിനെക്കാട്ടും നല്ലതായിരുന്നു. പക്ഷെ ഇതിന് പൈസ കൂടുതലുണ്ടോ തേക്ക? എന്താന്ന് വെച്ചാൽ മറ്റേതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ് ഇതിന്, തേപ്പിനേക്കാളും സിമെന്റിനെ. എന്നാ പിന്നെ ഇത് തന്നെ അതേനും വേഗം പണി കഴിയുന്നുണ്ട്. ഇവരുണ്ടല്ലോ വന്നിട്ട് ഒരു ഇതുമില്ല, വേഗം തേച്ചിട്ട് ഒരു 2 റൂമൊക്കെ ഒരു ദിവസം കൊണ്ട് തേച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പെറുക്കി നമ്മളെ മണ്ണും കൊണ്ട് പൊത്തൂലേ, വാരി പൊത്തൂലേ. പണ്ട് ചുമരൊക്കെ മണ്ണ് വെച്ചിട്ടും മറ്റേ ചാണകം വെച്ചൊക്കെ മെഴുകൂലേ, അതുപോലെ ഇവർ കയ്യും കൊണ്ട് വാരി പൊത്തിയിട്ട് കയ്യും കൊണ്ടാണ് അവർ തേക്കുന്നത്. പെട്ടെന്ന് കഴിയുകയും ചെയ്യൂട്ടത്. ഇത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഞാൻ പറഞ്ഞു മൊത്തം ഇത് മതി. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് സ്റ്റീലാണ്. എല്ലാ വിൻഡോകളും ജനലുകളും എല്ലാം നമ്മൾ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം സ്റ്റീലാണ്, മേലെ നിന്ന് താഴെ വരെ. ഇനിയിപ്പം ആശാരിമാരെ ഒരു പ്രശ്നമില്ല. ഇനി ജസ്റ്റ് പെയിൻറ്റർമാരെ വിളിക്കുക, പെയിൻ്റ് അടിക്കുക, ഇതിൻ്റെ ഈ കള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഡോറ് നമ്മൾ വേറെ വെക്കണം. വേറെ എല്ലാ പണികളും നിലവിൽ കഴിഞ്ഞത്. പിന്നെ സ്റ്റെയറിൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഇത് നമ്മളെ എഞ്ചിനീയർ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ട് നമ്മൾ ആദ്യം റെഡിമെയ്ഡ് സ്റ്റെയറില്ലേ സ്റ്റീൽ മുലൊക്കെ ചെയ്യുന്നത്, ആ സ്റ്റെയർ ആയിരുന്നു ഉദ്ദേശിച്ചത്. ആ സ്റ്റെയറിന് പിന്നെ കോസ്റ്റ് കൂടുന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ട് ആ ലെവലിലേക്ക് നമ്മൾ പിന്നെ ആക്കിയതാണ്. ഞങ്ങളെ ഫ്രണ്ട് ഭാഗമല്ല കേട്ടോ, നിങ്ങൾ ആരും വിചാരിക്കണ്ട ഫ്രണ്ട് ഭാഗമല്ല. ഇത് എല്ലാവരും ചോദിക്കും ഇത് ഫ്രണ്ടാണ്, ഇത് കോട്ടിയാടാണ്. കോട്ടിയാട് വ്യത്യസ്തമായിട്ടാണ് എല്ലാവരും ചെയ്യൽ. ഇത് ഞങ്ങളെ വേറൊരു തരം കോട്ടിയാട് വാർപ്പ്. ഇവിടെ നമുക്ക് വൈകുന്നേരം ഞങ്ങൾക്ക് ഇരുന്ന് ഈ കഥയൊക്കെ പറയാനും. പിന്നെ ഓറഞ്ച് ഉണ്ടായി കണ്ടോ, ഫോണടി. ഓറഞ്ച് മുമ്പ് ഉണ്ടായത് ഞാൻ പറഞ്ഞു. മുമ്പ് ഓറഞ്ച് ഉണ്ടായിട്ട് പിന്നെ നല്ലോണം കളറ് വെച്ച് നല്ല മധുരമുള്ള ഓറഞ്ചാണ് കേട്ടോ ഗേസ്. പുളിയൊന്നുമില്ല. രണ്ടാമത് ഉണ്ടായതാ. മുമ്പത്തെ അയാൾ പറിച്ച് നല്ലതായി, നല്ല മധുരം ഉണ്ടായിരുന്നു.
ഇപ്പൊ നമ്മൾ കുഴിച്ചിട്ടാല് ഈ ഒരു സംഗതി മാത്രാണല്ലേ ഉണ്ടാകത്തുള്ളൂ. മിൽക്ക് ഫ്രൂട്ട് ഇത് കണ്ടോ, ഇത് നമ്മൾ അപ്പുറത്ത് പറിച്ച് ഇപ്പുറത്തേക്ക് വെച്ചതാ. മാറ്റി കുഴിച്ചിട്ടാണ്. പക്ഷെ ഇതില് മാത്രം കായ് ഉണ്ടാകാൻ താമസം ഉണ്ടല്ലോ. ഇതിന് ഇതുവരെ ഉണ്ടായിക്കില്ല. ബാക്കി എല്ലാത്തിലും ഇതാ നമ്മളെ വീടിന്റെ ഫ്രണ്ട് കാണിക്കാൻ നമ്മളിങ്ങോട്ട് വന്നേ. ഇപ്പോൾ ഫ്രണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്. തേച്ചോണ്ടിരിക്കുന്ന പണിക്കാരുണ്ട്. തേപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് കഴിയോ? ഉണ്ടോ, നമ്മൾ നേരത്തെ കയറി വന്നില്ലേ, അതേ വീടില്ലേ. മേലത്തെ ഒരു ബാൽക്കണി, അവിടെ വലിയ UPVCൻ്റെ ഒരു വിൻഡോ ആണ് ഉദ്ദേശിക്കുന്നത്. മേലെ ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള. ഇവിടെ മറ്റേ ഇതില്ല കേട്ടോ, പിന്നെ നമ്മളെ മുകളിലത്തെ സിറ്റ് ഔട്ടില്ലേ, മുകളിൽ സിറ്റ് ഔട്ട് എല്ലാവരും വെറുതെ ഉണ്ടാക്കിയിടുക എന്നല്ലാണ്ട് സിറ്റ് ഔട്ടിൽ ആരും പോയി ഇരിക്കലില്ല. അതുകൊണ്ട് സിറ്റ് ഔട്ടിന് പകരം ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മളെ ഇവിടുന്ന് ബെഡ്റൂം. അപ്പം സിറ്റ് ഔട്ടിൽ നമ്മളൊരു വിചാരിച്ചെന്താ വെച്ചാൽ ഒരു ചില്ലോ ഗ്ലാസ് പോലത്തെ ഇട്ടിട്ട് ഒരു സിറ്റ് ഔട്ട് പോലെ ആക്കാമെന്നാണ് വിചാരിച്ചത്. സിറ്റ് ഔട്ട് ആരും ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് സിറ്റ് ഔട്ട് വേണ്ടാന്ന് വിചാരിച്ചത്. ഇതൊരു ഫ്ലോട്ടിങ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ഇത് വരും, ഷോവാള് വരും. ഇവിടെ ഷോവാളും കൂടി വരാനുണ്ട്. പക്ഷെ ഭയങ്കര പണി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇതിൻ്റെ റൂഫിൻ്റെ പണി. ഇന്നിപ്പം 5 ആള് വന്നിട്ട് ഈ ഒരു സംഗതി മാത്രം നടന്നു. 5 ആള് വന്നിട്ട് ഇത്രയും പണിയാണ്. അവിടെ മടക്കുണ്ട്, കർവുണ്ട്. ആ കർവൊക്കെ ഇതാക്കി കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. അല്ല, തേപ്പ് ഏകദേശം 70% തേപ്പ് കഴിഞ്ഞ്. ഇനി എന്നാലും നമുക്ക് വീട് പണി ഇങ്ങനെ നമ്മൾ എത്ര വിചാരിച്ചാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. ഓരോരോ പണിയും നമുക്കിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കര ഇങ്ങോട്ട് നമുക്ക് ഓരോരോ വീടിൻ്റെ ഓരോ പോയിൻ്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം തേപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനൊരു വെള്ള പെയിൻ്റ് അടിക്കുകയില്ലേ, ഈ വെള്ള പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മളെ വീട് നന്നായി എന്നുള്ള കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നമുക്ക് പിന്നെ സന്തോഷം വരിക. പിന്നെ നമ്മൾ ടൈല് കൊണ്ടുവരും, ടൈല് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ ലോൺ എടുക്കാൻ പോകുമ്പോൾ മാത്രമേ സന്തോഷം ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും സന്തോഷം. ടൈല് ഞങ്ങൾ പോവാം. നാളെ ഞങ്ങൾ 2 സ്ഥലത്ത് ടൈൽ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങളെ കാണിക്കുന്നുണ്ട്. ടൈലെടുക്കാൻ പോകുമ്പോൾ ഓക്കെ. എല്ലാവരും പെട്ടെന്ന് വീട് പണിയൊക്കെ എല്ലാവരെയും തുടങ്ങി. പിന്നെ നമ്മൾ ടൈല് കൊണ്ടുപോയിട്ട് നിലത്തിടുകയല്ലേ, നിലത്തിട്ടിട്ട് ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ നമുക്ക് വയറിങ്ങിൻ്റെ വയറ് വലിക്കുമ്പോൾ സന്തോഷം, പിന്നെ ലൈറ്റ് കത്തുമ്പോൾ സന്തോഷം. അങ്ങനെ സന്തോഷം ചുരുക്കി പറഞ്ഞാല് മൊത്തത്തിൽ കേറി കൂടുമുള്ള സന്തോഷം വേറെ തന്നെയല്ലേ. മെയിനായിട്ട് ഈ സന്തോഷങ്ങൾ കൂടുതൽ ഉണ്ടാകുക ആർക്കാണ്? വീട്ടിലെ സ്ത്രീകൾക്കാണ്. എൻ്റെ മക്കള് പറയും, അമ്മച്ചേ എപ്പോഴാ അമ്മച്ചേ നമ്മളെ വീടിൻ്റെ പണി കഴിയുക, ഒന്ന് പെട്ടെന്ന് തീർക്ക്. നമുക്ക് തീർക്കാൻ ആഗ്രഹമില്ലായിട്ടല്ലോ, എല്ലാം അതിൻ്റെ മുന്നിലേക്ക് ഓടി നടക്കണമല്ലോ. പൈസ പ്രധാനമായിട്ടും എന്താ നമുക്ക് വേണ്ടിയത്, ഇത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ, പൈസ വേണം. അപ്പം അതിനനുസരിച്ച് കടമൊന്നും ഇല്ലാണ്ട് നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് സമയം പിടിക്കുന്നത്. അപ്പം മക്കൾക്ക് തിരക്കായിക്കുന്നുണ്ട്, ഇങ്ങനെ വീട് പണിയൊന്ന് പെട്ടെന്ന് തീർക്കും വെച്ച് അതിൽ കയറിക്കൂടാൻ കൊതിയായിക്കുന്നു. എൻ്റെ ചെറുതാന്ന് കൂടുതൽ അങ്ങനെ ഇതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മളെ വീടുള്ളത്. അതിൻ്റെ മേലെ റൂഫ് വർക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീടിന് ഏകദേശം ഒരു ഷേപ്പ് ലെവലിലേക്ക് നമ്മളെ വീടെത്തും. ഇതിപ്പോൾ ഒരു സ്ക്വയറാണ് മൊത്തത്തിൽ. ഇപ്പം ഒരു ചതുരത്തിൽ അങ്ങനെയാണുള്ളത്. ഇന്നിപ്പം അതിൻ്റെ മേലെ പൈപ്പ് വെച്ചിട്ട് ഒരു സൈഡിൽ ഓട് വരും അല്ലേ. ഓക്കെ, വേറെന്താ പറയാനുള്ളത്? എല്ലാവരും ദുആ ചെയ്യണം പെട്ടെന്ന് വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ടൈലിൻ്റെ കഥ പറഞ്ഞാൽ മറക്കണ്ട. നല്ല ടൈലുകൾ കിട്ടുന്നതും നല്ല വില കുറച്ച് നല്ല ടൈല് എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് സജസ്റ്റ് ചെയ്യാം. പിന്നെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞുതരാം. വീടെന്ന് പറയുന്നത് എല്ലാവരും അത്രയും ഒരു ഇതായിട്ടുള്ളൊരു സ്വപ്നമാണ്. അപ്പോൾ എല്ലാവരും വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവരും വീട് പണി ഉദ്ദേശിക്കുന്നവരും എല്ലാവരെയും വീട് പണി എല്ലാവർക്കും പഠിച്ചവനെ സാധ്യമാക്കി തരട്ടെ, ആമീൻ. അപ്പം ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സജഷന് എന്തുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു തരിക. അപ്പം വേറെ ഒരു നല്ല വീഡിയോയുമായിട്ട് ഇനി നാളെ വരും. നാളെ നമുക്കൊരു വീഡിയോ ഉണ്ട്, നാളെ വരും. ഓക്കെ, അപ്പം ബൈ.